നമസ്കാരം, ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. വിഷുവൊക്കെ വരാനായിരിക്കാൻ കേട്ടോ. ഇന്ന് ഏപ്രിൽ 7-ാം തീയതിയായി. ഇനി ഒരാഴ്ച കഴിഞ്ഞാൽ വിഷുവാണ്. അപ്പോൾ വിഷുവുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്യണം എത്രയും പെട്ടെന്ന് അങ്ങനെ ആലോചിച്ചിരിക്കുന്നു. അപ്പോൾ എന്താണ് ആദ്യം പറയേണ്ടതെന്ന് ആലോചിച്ചപ്പോൾ ഒരു ചോദ്യം, ഇത് പറഞ്ഞോളൂ എന്ന് പറഞ്ഞിട്ടൊരു ചോദ്യം ഇങ്ങോട്ട് വന്നു. അത് ഇപ്രകാരമാണ് കേട്ടോ ചോദ്യം. അതായത് സാധാരണ മേടമാസം 1-ാം തീയതിയാണ് വിഷു വരാറുള്ളത്. പക്ഷെ ഇപ്രാവശ്യം മേടം 2-ാം തീയതിയാണ് വിഷു. അതെന്തുകൊണ്ടാണ് അങ്ങനെ? അതാണ് ചോദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത്. അതായത് ഏപ്രിൽ 14-നല്ല ഇപ്രാവശ്യം വിഷു വരുന്നത്, ഏപ്രിൽ 15-ാം തീയതിയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് എന്നാണ് ആ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്. നമ്മൾ അതേക്കുറിച്ചാണ് പറയാനായിട്ട് പോകുന്നത് കേട്ടോ. ഒപ്പം തന്നെ വിഷുവിനെ കണി കാണണം, അതായത് മേടം 2-ാം തീയതി കണി കാണണം എന്ന് നിർബന്ധമായിട്ട് പറയുന്നതും എന്തുകൊണ്ടാണ്? ഈ 2 കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ട് പറയുന്നത്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന വീഡിയോ തന്നെയായിരിക്കും കേട്ടോ. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇതിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ടേ അലങ്കാരങ്ങൾ പറയണ്ടേ. നമുക്ക് ആദ്യം ഗുരുവായൂരപ്പൻ്റെ അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം കേട്ടോ. ഭഗവാൻ ഇന്നലെ മത്സ്യാവതാര രൂപത്തിലായിരുന്നു ചാർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് അരയ്ക്ക് മുകളിലോട്ട് നമ്മൾ ഉണ്ണിക്കണ്ണനായിട്ടും താഴോട്ട് മത്സ്യാവതാരത്തിന്റെ രൂപത്തിലാണ് നല്ല ഭംഗിയിൽ ചാർത്തിയിട്ടുണ്ടായിരുന്നു. ഭഗവാനെ ആണെങ്കിലും ആ മത്സ്യത്തിന്റെ ആ ഒരു വളവും ഒക്കെ ആ വാലും ഒക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് കേട്ടോ. അത്രയും ചന്തത്തിൽ ചാർത്തിയിട്ടുള്ള ഒരു അലങ്കാരം. 3 തിരുമുടി മാലകൾ ഉണ്ടായിരുന്നു ഭഗവാനെ. ഒരെണ്ണം നല്ല തൂവള നിറത്തിൽ നന്ദ്യാർവട്ട പൂക്കൾ കൊണ്ടാണ്. പിന്നെ ഒരെണ്ണത്തിൽ 3 നിറങ്ങളുണ്ട് കേട്ടോ. തെച്ചിയുണ്ട്, തുളസിയുണ്ട്, നന്ദ്യാർവട്ടമുണ്ട്. പിന്നെ ഒരെണ്ണം നല്ല പിങ്ക് താമരയുടെ ഇതിലും തുളസിയും കൂടെ മാറി മാറി കോർത്തിരിക്കുകയാണ്. 2 ഉണ്ടമാലയുണ്ട്. നല്ല തടിച്ചുരുണ്ടിട്ടുള്ള ഉണ്ടമാലയാണ്. ഭഗവാന്റെ ദേഹത്തോട് ചേർന്ന് കിടക്കുന്നത് നന്ദ്യാർവട്ടും തെച്ചിയും അതിങ്ങനെ ഇടകലർന്നിട്ട് ആകെ മിക്സ് ആക്കിയിട്ട് കോർത്തിട്ടുള്ള ഒരു മാലയായിരുന്നു. പിന്നെ ഒരെണ്ണം കുറച്ചും കൂടെ തടിച്ചുരുണ്ട മാലയാണ് കേട്ടോ. അതിൽ താമരയുടെ ഇതിലുണ്ട്, തുളസിയുണ്ട്, പിന്നെ തെച്ചിയുണ്ട്. അങ്ങനെ മാറി മാറിയിട്ടാണ് കോർത്തിരിക്കുന്നത്. ഇതിന് നടുക്കാണ് മത്സ്യാവതാര രൂപത്തിൽ നമ്മുടെ ഭഗവാൻ ഉണ്ടായിരിക്കും. പൊന്നിൻ കിരീടമൊക്കെ ചൂടിയിട്ടുണ്ട്. പിന്നെ നെറ്റിയിൽ ഗോപി തിലക, 4 തിലകമാണ് കേട്ടോ ഇന്നലത്തെ അലങ്കാരത്തിൽ. ഒരെണ്ണം നെറ്റിയിൽ, 2 കാതുകളിൽ, പിന്നെ ഒരെണ്ണം കഴുത്തിൽ. അങ്ങനെയായിരുന്നു തിലകം ഉണ്ടായിരുന്നത്. 3 മാലകൾ അണിഞ്ഞിട്ടുണ്ട്. ഒരു വളയം പോലത്തെ മാലയുണ്ട്, വേറെയും 2 മാലകളുണ്ട്. ഇതൊക്കെ നന്നായി കാണാനും ഉണ്ടായിരുന്നു കേട്ടോ. ഭഗവാന്റെ ദേഹമൊക്കെ നല്ല മനോഹരമായിട്ടാണ് ചാർത്തിയിരിക്കുന്നത്. പിന്നെ കൈകളിലെ കൈവളകളും തോൾവളകളും ഒക്കെ അണിഞ്ഞിട്ടുണ്ട്. അതൊന്നും സ്വർണ്ണ നിറത്തിലായിരുന്നില്ല കേട്ടോ. ചുവന്ന പട്ടുണ്ടല്ലോ, പട്ടുകൊണ്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പം അതൊരു പ്രത്യേക ഒരു ഭംഗി, അത് കാണുമ്പോഴൊക്കെ ഒരു പ്രത്യേക ഭംഗിയും തോന്നിയിരുന്നു ആ ചുവപ്പ് കളറും കൂടെ ഇടയിൽ കണ്ടപ്പോൾ. അരയിൽ കിങ്ങിണിയൊക്കെ കെട്ടിയിട്ടുണ്ട്. കിങ്ങിണി 2 ലെയറായിട്ടാണ് ഇന്നലെ. ഒരെണ്ണം കിങ്ങിണി ചാർത്തിയിട്ട് കുറച്ച് താഴെയായിട്ട് ഒരു കിങ്ങിണി കൂടെ ചാർത്തിയത് പോലെയാണ് കേട്ടോ തോന്നിയിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് മത്സ്യത്തിൻ്റെ രൂപത്തിലാണ് ഒരു വാലൊക്കെ നല്ല മനോഹരമായിട്ട് ചാർത്തിയിട്ടുണ്ട്. അങ്ങനെ നല്ല സുന്ദരനായിട്ട് നിൽക്കുന്ന ഒരു ഉണ്ണിക്കണ്ണനായിട്ടായിരുന്നു മത്സ്യാവതാര രൂപത്തിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ മത്സ്യാവതാരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, മത്സ്യം എന്ന് പറയുമ്പോൾ തന്നെ അറിവിൻ്റെ പ്രതീകമാണ്. അറിവാണ് നമുക്ക് എല്ലാവർക്കും നൽകുന്നത്. ഇപ്പോൾ ശാസ്ത്രീയമായിട്ടുള്ള, അതായത് നമ്മളിപ്പോൾ പഠിക്കാനായിട്ട് പോകുമ്പോൾ നമുക്ക് ലഭിക്കുന്ന അറിവ് മാത്രമല്ല കേട്ടോ, അതൊക്കെ നമുക്ക് നിർബന്ധമായിട്ടും വേണം. അതോടൊപ്പം തന്നെ നമ്മൾ മനുഷ്യർ ഒരു സാമൂഹ്യ ജീവിയാണ്. നമ്മൾ എല്ലാവരോടും കൂടെ ഒരുമിച്ചാണ് ജീവിക്കുന്നത്. ഒറ്റയ്ക്ക് ഒരാൾക്കും ജീവിക്കാനായിട്ട് സാധിക്കില്ല. ആരെങ്കിലും ഒക്കെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യും നമ്മുടെ ഈ ഒരു ലൈഫിൽ. കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ പോലും മറ്റുള്ളവരുടെ, ഒരുപാട് പേരുടെ അധ്വാനം ഉണ്ടെന്നാണ് പറയുക, നമ്മൾ ഉടുക്കുന്ന വസ്ത്രത്തിൽ പോലും. അപ്പം അങ്ങനെയുള്ള നമുക്ക് ഒറ്റയ്ക്ക് ജീവിക്കാനായിട്ട് സാധിക്കില്ല. ആരുടെയെങ്കിലുമൊക്കെ സഹായം ഏതെങ്കിലുമൊക്കെ തരത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ടായിരിക്കും. അപ്പം അതൊക്കെ എല്ലാം മനസ്സിലാക്കിയിട്ട്, എല്ലാം കണ്ട് മനസ്സിലാക്കി പെരുമാറാനായിട്ട്, മറ്റുള്ളവരുടെ അടുത്ത് പെരുമാറാനും കൂടെ നമുക്ക് സാധിക്കണം. അതിന് നമ്മൾ പഠിച്ച അറിവ് മാത്രം പോരാ, അതല്ലാതെയുള്ള തിരിച്ചറിവുകൾ പലതും നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ എല്ലാ അറിവുകളും ഭഗവാന്റെ അടുത്തു നിന്നാണ് നമുക്ക് ലഭിക്കുക. അതിന് വേണ്ടിയിട്ട് മത്സ്യാവതാരമൂർത്തിയെ നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഭഗവാൻ മത്സ്യാവതാര രൂപത്തിൽ നിൽക്കുന്ന ആ ഒരു ഭാവം മനസ്സിൽ നന്നായിട്ട് കണ്ടുകൊണ്ട് തൊഴുത് പ്രാർത്ഥിച്ചോളൂ. ഭഗവാന്റെ മുന്നിലെ എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ. ഗുരുവായൂരപ്പ ശരണം എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ. അങ്ങനെ മത്സ്യാവതാര രൂപത്തിൽ നിൽക്കുന്ന ഭഗവാനെ തൊഴുത് നമസ്കരിച്ചിട്ട് നേരെ ഗണപതിയെ കാണാനായിട്ട് തിരിക്കണേ. ഗണപതിക്ക് കളഭം കൊണ്ടൊക്കെ ആയിരുന്നു കേട്ടോ ഇന്നലെ മുഖച്ചാർത്തൊക്കെ ഉണ്ടായിരുന്നത്. മഞ്ഞ നിറത്തിലായിരുന്നു ഉടയാട, അല്ലെങ്കിൽ ഇന്ന് സ്വർണ്ണപ്പൊട്ടുകൾ ഇങ്ങനെ വാരി വിത്രയെ പോലെ. പിന്നെ അരയിലെ വേറൊരു മഞ്ഞപ്പട്ടും കൂടെ ചുറ്റിയിട്ടുണ്ട്.
തുമ്പിയുടെ ഏകദേശം മധ്യഭാഗത്തായിട്ട് ഒരു സ്വർണ്ണപ്പൂ വെച്ചിട്ടുണ്ട്. നെറ്റിയുടെ ഭാഗത്തായിട്ട് ഒരു ഗോപി തിലകം കൂടെ വെച്ചിട്ടുണ്ട്. കാതുകളിലൊക്കെ സ്വർണ്ണപ്പൂക്കളുണ്ട് കേട്ടോ. പിന്നെ കഴുത്തിൽ ഇന്നലെ മാലയല്ല, 3 സ്വർണ്ണപ്പൂവ് ഇവിടെ, 3 സ്വർണ്ണപ്പൂവ് ഇവിടെ. പിന്നെ നടുക്ക് തുമ്പി ഉണ്ടല്ലോ, അതുകൊണ്ട് ഒരു തടസ്സമാണ് അവിടെ. അപ്പോൾ ഈ സ്വർണ്ണപ്പൂക്കൾ കൊണ്ടൊരു മാല പോലെയാണ് തോന്നിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ തിലകം കഴിഞ്ഞിട്ട് പിന്നെ ആ ഭാഗത്തൊക്കെ നെറ്റിത്തടത്തിലൊക്കെ ഗോപി തിലകങ്ങൾ കൊണ്ടൊക്കെ വേറെയും അലങ്കാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കിരീടം കൂടെ ശിരസിൽ അണിഞ്ഞിട്ടുണ്ട്. ഒരു ചുവന്ന കല്ല് പതിപ്പിച്ച സ്വർണ്ണ നിറത്തിലൊരു കിരീടമുണ്ട് ഗണപതിക്ക്. അതാണ് കേട്ടോ അണിഞ്ഞിരിക്കണേ. അങ്ങനെയാണ് ഗണപതി ഇരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ഗണപതിയുടെ ആ ഒരു രൂപമൊക്കെ നന്നായി മനസ്സിൽ കണ്ടിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഗണപതിക്ക് മുന്നിൽ എല്ലാവരും ഒന്ന് ഏത്തമിട്ടോളൂ. ഇനി നമുക്ക് ഭഗവതി അമ്മേനെ കാണാനായിട്ട് പോകുക കേട്ടോ. ഭഗവതി എന്നത്തെയും പോലെ തന്നെ അതിസുന്ദരിയായിട്ട് നല്ല ചെറിയൊരു ദേഹമൊക്കെ ഇട ചാർത്തിയിരിക്കണേ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. മഞ്ഞ നിറത്തിലാണ് ഉടയാട ഉണ്ടായിരുന്നത്. അരയിൽ ഒരു കിങ്ങിണി പോലെ നല്ല നേരത്തെ പക്ഷെ നല്ല തിളക്കമുള്ളത് അരയിൽ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. 3 മാലകളായിട്ടാണ് തോന്നുക. ഒരെണ്ണം നല്ല ചുവന്ന നിറത്തിലുള്ള പട്ടുകൊണ്ട് ഒരു മാലയുണ്ട്, പിന്നെ ഒരു സ്വർണ്ണ നിറത്തിലൊരു മാലയുണ്ട്, പിന്നെ ഒരു സ്വർണ്ണപ്പൂവ് നടുക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞു ദേഹത്തിൽ ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ 3 മാല ഇട്ട പോലെയാണ് തോന്നുന്നത് കേട്ടോ. പിന്നെ കാതുകളിലൊക്കെ സ്വർണ്ണപ്പൂക്കൾ വെച്ചിട്ടുണ്ട്, ചുണ്ടൊക്കെ ചുവപ്പിച്ചിട്ടാണ്, നെറ്റിയിലൊരു സ്വർണ്ണപ്പൂ വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് അലങ്കാരം. പിന്നെ കിരീടം ചാർത്തിയിരിക്കുക. അത് നല്ല ഭംഗിയിൽ ഈ സ്വർണ്ണ നിറത്തിലൊക്കെ അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ഈ ചന്ദനം കൊണ്ട് വെളുത്ത നൂല് കൊണ്ട് ഒക്കെ ആയിട്ട് ഒരു കിരീടം പോലെ തന്നെ തോന്നുന്നു. അതിന് പ്രഭാവലയും ചാർത്തിയിട്ടുണ്ട്. അതിങ്ങനെ ഒരു സ്വർണ്ണമാലയൊക്കെ ഇങ്ങനെ അർദ്ധവൃത്താകൃതിയിൽ വെച്ചിട്ടാണ് ആ പ്രഭാവലയം നല്ല തിളങ്ങുന്ന നല്ല ഭംഗിയിൽ ചാർത്തിയിട്ടുള്ള ഒരു കിരീടം. അത് നല്ല സുന്ദരിയായിട്ടാണ് ഭഗവതി ഇരിക്കുന്നുണ്ടായിരുന്നത്. ഭഗവതിയുടെ ആ രൂപമൊക്കെ നന്നായി എല്ലാവരും മനസ്സിൽ കണ്ടിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഭഗവതി അമ്മയ്ക്ക് മുന്നിലും എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ. ഇനി നമുക്ക് അയ്യപ്പനെ കാണാം. അയ്യപ്പൻ ഒരു ചുവന്ന നിറത്തിലായിരുന്നു ഉടയാട ഉണ്ടായിരുന്നു. അരികിൽ കസവൊക്കെ ഉണ്ട് കേട്ടോ. 2 സ്വർണ്ണ നിറത്തിലെ മാലകൾ അണിഞ്ഞിട്ടുണ്ട്. കുറച്ച് അത്യാവശ്യം വലിപ്പമുള്ള മാലകളാണ്. പിന്നെ കാതിൽ സ്വർണ്ണ പൂക്കളാണ്, പക്ഷെ അത് പൊട്ട് പോലെയായിട്ട് തോന്നിക്കുക. ചെറിയൊരു പൂവിൻ്റെ ഡിസൈൻ മാത്രമേ പുറത്തുള്ളൂ. നെറ്റിയിൽ ഒരു സ്വർണ്ണ പൊട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കിരീടത്തിന്റെ ഭാഗത്ത് ചെറുതായി ഒന്ന് ചാർത്തിയിട്ട് ഒരു ചന്ദ്രകല, അത്രയേ ഉള്ളൂ. വളരെ ലളിതമായിട്ടുള്ള ഒരു കിരീടം, വളരെ ലളിതമായിട്ടുള്ള അലങ്കാരം തന്നെയാണ് അയ്യപ്പൻ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു തിളക്കമൊക്കെ ഉണ്ടായിരുന്നു. ആ മാലകളുടെ ആ കാതിലുള്ള പൂക്കളുടെയൊക്കെ ഒരു തിളക്കം അത് നന്നായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നല്ല ഭംഗിയിലിരിക്കുന്ന അയ്യപ്പൻ തന്നെയായിരുന്നു. എല്ലാവരും അയ്യപ്പൻ്റെയും ആ ഒരു രൂപമൊക്കെ നന്നായി മനസ്സിൽ കണ്ടിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ. അയ്യപ്പന് മുന്നിലും എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പ്രധാനപ്പെട്ട ടോപ്പിക്കിലേക്ക് കടക്കാം കേട്ടോ. എന്തുകൊണ്ടാണ് ഇപ്രാവശ്യം മേടം 2-ാം തീയതി വിഷു വരുന്നത്, എന്തുകൊണ്ടാണ് മേടം 2-ന് കണി വെക്കണം എന്ന് പറയണത്, അതേക്കുറിച്ച് പറയാം. നമ്മുടെ കാണപ്പെട്ട ദൈവം, നമ്മുടെ പ്രത്യക്ഷ ദൈവം എന്ന് പറയണത് സൂര്യനാണ്. അത് ഞാൻ മുൻപും പലതവണ പറഞ്ഞിട്ടുണ്ട്. സൂര്യനെ ആസ്പദമാക്കിയിട്ട്, സൂര്യൻ്റെ സഞ്ചാരത്തെ ആസ്പദമാക്കിയിട്ടാണ് നമ്മുടെ എല്ലാ ആഘോഷങ്ങളും ഉത്സവങ്ങൾ ഇതൊക്കെ നടക്കുന്നത്. ഇപ്പോൾ ഈ വിഷുവും അതേപോലുള്ള ഒരു ഉത്സവമാണ്. അപ്പോൾ സൂര്യൻ ഒരു മാസത്തിൽ നിന്ന് അടുത്ത മാസത്തേക്ക് കടക്കുകയാണ്. ആ കടക്കുന്ന ദിവസമാണ് 1-ാം തീയതിയായിട്ട് നമ്മൾ ആചരിക്കുക. നമ്മൾ എടുക്കുന്നത് ആ കടക്കുന്ന ദിവസം 1-ാം തീയതിയായിട്ടാണ്. അപ്പോൾ ഇപ്പോൾ മീനമാസമല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മീനമാസത്തിൽ സൂര്യൻ മേടത്തിലേക്ക് കടക്കുകയാണ്. മേടമാസ സൂര്യനാകുന്ന ആ ഒരു ദിവസമാണ് മേടം 1-ാം തീയതി വരിക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ചില മാസങ്ങളിൽ 30 ദിവസം ഉണ്ടാകും, ചില മാസങ്ങളിൽ 31 ഉണ്ടാകും, ചിലതിലാകട്ടെ 28 ഒക്കെ ഉണ്ടാകുക. അപ്പോൾ ഇത് എന്തുകൊണ്ടാണെന്ന് വിചാരിച്ചാൽ ഈ ഓരോ മാസങ്ങളിലും സൂര്യന് ഓരോരോ പേരുകളുണ്ട് കേട്ടോ. 12 മാസങ്ങളല്ലേ, അപ്പോൾ 12 ആദിത്യന്മാരുണ്ട്, ഓരോരുത്തർക്കും പേരുകളുണ്ട്. അതൊക്കെ ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ഈ കടക്കുന്ന സമയത്തെ ചിലരൊക്കെ അവരുടെ ആ ഒരു ഭ്രമണ പഥത്തിൽ അവർ സഞ്ചരിക്കുന്ന ആ ഒരു പാത ഉണ്ടാവുമല്ലോ, അവരുടെ പാത്ത്, അവിടെ പല വേഗതയിലൊക്കെയാണ് സഞ്ചരിക്കുക. ചിലർ വിചാരിക്കും കുറച്ച് ഒന്ന് പതുക്കെ പോയാൽ മതി, അവിടേക്ക് എത്താനായിട്ട് ഒന്ന് പതുക്കെ പോയാൽ മതി എന്ന് വിചാരിക്കും. അപ്പോൾ ആ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് കുറച്ച് താമസിക്കും. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാലല്ലേ അടുത്ത ആൾക്ക് വരാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവരെത്താനായിട്ട് താമസിക്കുമ്പോൾ അങ്ങനെയുള്ള മാസങ്ങളിലാണ് ഈ 31 ദിവസമൊക്കെ വരിക. ചിലരാകട്ടെ കുറച്ച് സ്പീഡിലാണ് പോകുക, എത്തിയിട്ട് എന്തോ ധൃതി ഉണ്ട് എന്നുള്ള രീതിയിലാണ് ചിലർ സഞ്ചരിക്കുക. അപ്പോൾ പെട്ടെന്ന് എത്തും, അപ്പോൾ അടുത്ത മാസം പെട്ടെന്ന് വരും. അപ്പോൾ അങ്ങനെയുള്ള സമയത്താണ് 28 ദിവസങ്ങളൊക്കെ ഉണ്ടായിരിക്കുക, പെട്ടെന്ന് എത്തും. അപ്പം അങ്ങനെയൊക്കെയാണ് ഇവരുടെ സഞ്ചാരങ്ങളൊക്കെ. അപ്പോൾ ഈ മേടമാസത്തിലെ സൂര്യനെ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. പൂഷാവ് എന്നാണ് ആ സൂര്യൻ്റെ പേര്. ഓരോരുത്തർക്കും ഓരോ പേരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ സൂര്യൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം ഒറ്റക്കണ്ണനാണ്. അതായത് ഒരു കണ്ണേ ഉള്ളൂ, ഒരു കണ്ണ് അടിച്ചു കളഞ്ഞതാണ് കേട്ടോ. ആ കഥ കൃത്യമായിട്ട് എനിക്കറിയില്ല. ദക്ഷയാഗത്തിലെ
കുറേ പേര് പങ്കെടുത്തുല്ലോ. ഇപ്പോൾ സൂര്യൻ, ചന്ദ്രൻ, അങ്ങനെ എല്ലാവരും പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇവരെന്തോ പറയാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങൾ ഇങ്ങനെ വായിൽ തോന്നിയത് പറയൂലോ. അങ്ങനെ പറഞ്ഞപ്പോൾ ശിവഭൂതങ്ങൾ കുത്തിപ്പൊട്ടിച്ചതാണ് ഈ ഒരു കണ്ണ്. അപ്പോൾ ഒറ്റക്കണ്ണനാണ്. അങ്ങനെ പലർക്കും പല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ചിലരെ പല്ലടിച്ച് കുഴിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള അംഗഭംഗങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു അംഗഭംഗം വന്നിട്ടുള്ള സൂര്യനാണ് ഈ മേടസൂര്യൻ എന്ന് പറയുന്ന പൂശാവ്. അപ്പോൾ ഇദ്ദേഹമാണ് ഇനി അടുത്ത മാസം വരാനായിട്ട് പോകുന്നത് കേട്ടോ. ഇനി പറയാൻ പോകുന്നത് സംക്രമത്തെ കുറിച്ചാണ് കേട്ടോ. സംക്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസത്തിൽ നിന്ന് അടുത്ത മാസത്തിലേക്ക് കടക്കുന്ന ആ ഒരു പ്രത്യേക സമയമുണ്ടല്ലോ, അതിനെയാണ് സംക്രമം എന്ന് പറയാം. ഇത് പല സമയത്തായിട്ടാണ് സംഭവിക്കുക. ഒന്ന് കാലത്ത്, അതായത് ഉച്ചയ്ക്ക് മുന്നേ ചിലപ്പോൾ സംക്രമം നടക്കും, ചിലപ്പോൾ ഉച്ചയ്ക്ക് ശേഷമാണ് സംക്രമം നടക്കുക. അപ്പോൾ സാധാ ഈ മേടമാസത്തിൽ മാത്രമേ ഈ ഒരു പ്രശ്നമുള്ളൂ കേട്ടോ. അപ്പോൾ അതാണ് പറഞ്ഞു വരണത്. ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷമാണ് സംക്രമം നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസമാണ് 1-ാം തീയതി ആയിട്ട് എടുക്കുക. അതായത് ഉച്ചയ്ക്ക് ശേഷം സംക്രമം നടന്നത് നമ്മളതിനെ സംക്രമ സന്ധ്യ എന്നൊക്കെ പറയും. അപ്പോൾ 1-ാം തീയതി വരിക തൊട്ടടുത്ത ദിവസമാണ്. ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് മുൻപാണ് സംക്രമം നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നടക്കുന്ന ദിവസം, അതായത് സംക്രമം നടക്കുന്ന ഉച്ചയ്ക്ക് മുന്നേയുള്ള ആ ഒരു ദിവസമാണ് 1-ാം തീയതി ആയിട്ട് വരിക. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്രാവശ്യത്തിൽ തന്നെ നമ്മൾ ഉദാഹരണമായിട്ട് എടുക്കാം കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ സ്കൂളിലൊക്കെ പഠിപ്പിക്കുമ്പോൾ ബോർഡിലൊക്കെ എഴുതി വരച്ച് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ കൃത്യമായിട്ട് മനസ്സിലാകും. ഇപ്പോൾ പക്ഷെ അതൊന്നും സാധിക്കില്ലല്ലോ. അപ്പോൾ എന്നിരുന്നാലും പറയാം, ഇതിപ്പോൾ മീനമാസം, ഈ മീനമാസം 30-ാം തീയതി വരെയുള്ളൂ. ഇപ്പോൾ 30-ാം തീയതി വൈകിട്ട് സംക്രമം നടന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസം, അതായത് മേടം 1-ാം തീയതി അതുപോലെ തന്നെ വരും. അപ്പോൾ നമുക്ക് എങ്ങനെയും കാണാം, സംക്രമം നടന്നതിന് ശേഷം പുതിയ സൂര്യനാണ് കാണുക. സാധാരണ നമ്മൾ എല്ലാ ദിവസവും കണി കാണേണ്ടത് സൂര്യനെയാണെന്നാ പറയുക. സൂര്യനെ വേണം നമ്മൾ കണി കാണാനായിട്ട്. അപ്പോൾ ഈ 30-ാം തീയതി സംക്രമം നടന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ 1-ാം തീയതി നമ്മൾ കണി കാണുക. മീനസൂര്യനെയല്ല, മേടസൂര്യനെയാണ് നമ്മൾ കണി കാണുക. പക്ഷെ ഇപ്രാവശ്യം അങ്ങനെയല്ല സംഭവിച്ചത്. സംക്രമം നടക്കുന്നത് മീനമാസം 30-ാം തീയതി അല്ല, തൊട്ടടുത്ത ദിവസം നടക്കുന്നത്. അതായത് മേടം 1-ാം തീയതി അന്ന് രാവിലെ ഒരു 9:38, 9:30ക്ക് ശേഷമാണ് ഈ സംക്രമം നടക്കുക. അപ്പോൾ ഈ സംക്രമം നടന്നതിന് ശേഷമാണ് പുതിയ സൂര്യൻ വരിക. മേടസൂര്യൻ വരുന്നത് 9:30ക്ക് ശേഷമാണ്. അതായത് രാവിലത്തെ സമയത്ത്, അതായത് പുലർച്ചെ, അതായത് ഉദയത്തിൻ്റെ സമയത്ത് മീനത്തിലെ സൂര്യൻ തന്നെയായിരിക്കും ഉണ്ടായിരിക്കുക. സംക്രമം നടന്നിട്ടില്ല. അത് പക്ഷേ രാവിലെ സംക്രമം നടക്കുന്നത് കൊണ്ട് തന്നെ അന്ന് 1-ാം തീയതി ആയിട്ട് നമ്മൾ പരിഗണിക്കും. പക്ഷെ അന്ന് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നമ്മൾ കണി കാണുന്ന സൂര്യൻ ആരായിരിക്കും? മീനസൂര്യനായിരിക്കും അല്ലേ? അത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കണം. അപ്പോൾ മീനസൂര്യനെ കണ്ടു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. മേടസൂര്യനെ കണി കാണുമ്പോഴാണ് പ്രശ്നം. കാരണം അദ്ദേഹം ഒറ്റക്കണ്ണനല്ലേ, പൂഷാവ്. അപ്പോൾ ഈ ഒറ്റക്കണ, ഈ അംഗഭംഗം വന്നവരെ, അംഗവൈകല്യം അങ്ങനെയുള്ളതൊന്നും കണി കാണാൻ പാടില്ല എന്നാണ് പറയുക. അപ്പോൾ 1-ാം തീയതി ഈ പ്രശ്നമില്ല മീനസൂര്യനെ കാണുന്നത് കൊണ്ട്. 2-ാം തീയതി നമ്മൾ ഉറക്കമെണീക്കുമ്പോൾ ആരെയാവും കണി കാണുക? മേടസൂര്യനെയാണ് കണി കാണുക. കാരണം തലേദിവസം സംക്രമം നടന്നിരിക്കുന്നു. അപ്പോൾ സൂര്യൻ മാറി, മേടസൂര്യനെയാണ്. പക്ഷെ അദ്ദേഹത്തെ കണി കാണാൻ പാടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഭഗവാനെ കണി കാണും. അതുകൊണ്ടാണ് അന്ന് കണി ഒരുക്കണം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഭഗവാനെ നമ്മൾ ഒരുക്കി വെക്കും. പിന്നെ കണിക്കോപ്പുകൾ എല്ലാതും ഉണ്ടായിരിക്കും. അതായത് ഇപ്പോൾ കണിക്കൊന്ന ഉണ്ടായിരിക്കും, കണിവെള്ളരി, അങ്ങനെയുള്ള ഫലവർഗ്ഗങ്ങൾ, അഷ്ടമംഗല്യം, അങ്ങനെയുള്ള വിളക്കൊക്കെ കൊളുത്തി വെച്ചിട്ട് നമ്മൾ കണി കാണും. അപ്പോൾ അതുകൊണ്ടാണ് ഈ അംഗഭംഗം വന്നിട്ടുള്ള ഈ മേടസൂര്യനെ കണി കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഭഗവാനെ കണി കാണുന്നത് കേട്ടോ. അതുകൊണ്ടാണ് കണി കാണണം എന്ന് നിർബന്ധമായിട്ട് പറയണത്. ഈ 2-ാം തീയതിയാണ് വിഷു വരുന്നത്. 2-ാം തീയതിയാണ് കണി കാണേണ്ട ദിവസം എന്നും കൂടെ പറയണത്. അപ്പോൾ ഈ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കണം. പകൽ സംക്രമം വന്നതുകൊണ്ട്, ഉച്ചയ്ക്ക് മുന്നേ സംക്രമം വന്നതുകൊണ്ടാണ് 1-ാം തീയതി, മേടം 1 അന്ന് അങ്ങനെയായിട്ട് എടുത്തു. പക്ഷെ കണി വരുന്നത് 2-ാം തീയതി ആയത്. 2-ാം തീയതിക്കാണ് ഈ മേടസൂര്യൻ വരുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ്, അതിനെ കാണാൻ പാടാത്തത് കൊണ്ടാണ് അന്ന് നമ്മൾ കണി ഒരുക്കുന്നത്. 1-ാം തീയതി മീനത്തിലെ സൂര്യൻ തന്നെയായിരിക്കും. അത് നല്ല സൂര്യനാണ്. അപ്പോൾ അവിടെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് സിമ്പിളായിട്ട് ഇങ്ങനെ പറയാം കേട്ടോ. അപ്പോൾ അങ്ങനെ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കണം. പിന്നെ ഓരോ സൂര്യന്മാർക്കും ഓരോ പേരുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഈ ഒറ്റക്കണ്ണൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ചൂടായിരിക്കും. ഇപ്പോൾ ഒരു ഒറ്റക്കൊമ്പുള്ള ആനയെ ഒന്ന് സങ്കല്പിച്ച് നോക്കൂ. ആനയുടെ ശക്തി മൊത്തം ആ ഒറ്റ കൊമ്പിലായിരിക്കും. അതിന് ഒരു കൊമ്പേ ഉള്ളത് കൊണ്ട് അതിലായിരിക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് അതിന് ഏത് ലക്ഷ്യത്തിൽ കുത്താനും സാധിക്കും. ഒരെണ്ണേ ഉള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ. അതേപോലെ തന്നെ ഒരു കണ്ണുള്ളു കഴിഞ്ഞാൽ നല്ല ചൂടായിരിക്കും. അങ്ങനെയാണ്. അതിന് ഈ മേടത്തിൽ സൂര്യന് നല്ല ചൂടായിരിക്കുമല്ലോ. ഇപ്പം തന്നെ ഇവിടെ നല്ല ചൂടാട്ടോ. പുറത്തേക്കൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ദേഹമൊക്കെ പൊള്ളും. ഒരു 10 മിനിറ്റ് നിന്ന്, 10 മിനിറ്റ് ഒന്നും വേണ്ട, അത്രയധികം ചൂടാണ് ഇപ്പം തന്നെ ഉള്ളത്. അപ്പോൾ മേടത്തിലെ ചൂടൊന്ന് ആലോചിച്ച് നോക്കൂ. അതാ മേട സൂര്യന് അത്രയും ചൂടുള്ള സൂര്യനാണെന്നാ പറയുക.
അത് പലർക്കും പലതരത്തിലാണ് കേട്ടോ. ചിലർ തണുപ്പുള്ളവർ, ചിലർ ചൂടുള്ളവർ, അങ്ങനെയൊക്കെയാണ്. ഈ തണുപ്പുള്ളത് വൃശ്ചിക മാസത്തിലെ സൂര്യൻ കുറച്ച് തണുപ്പനാന്ന് പറയും. അത് പ്രകൃതിയുടെ ഓരോരോ നിയമങ്ങളാണ്. അപ്പോൾ ഓരോ സൂര്യന്മാർ 12 സൂര്യന്മാരുണ്ട്, 12 പേർക്കും 12 സ്വഭാവങ്ങളൊക്കെയാണുള്ളത്. നമുക്കിപ്പോൾ പറയാനുള്ളത് മേടസൂര്യനെ കുറിച്ചാണല്ലോ. ഈ മേടസൂര്യൻ കാരണമാണ് ഈ കണിയൊക്കെ തൊട്ടടുത്തേക്കുള്ള ദിവസമാകുന്നത്. ആ സംക്രമ സമയം മാറുന്നത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മേടം 2-ാം തീയതിയാണ് കണി ഒരുക്കേണ്ടത്. അന്നാണ് വിഷു. അന്ന് കണി കാണേണ്ടത് നിർബന്ധമായിട്ട് നമ്മൾ ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ കണി ഒരുക്കേണ്ടത് സൂര്യൻ ഉദിച്ചു വരുന്ന ഒരു സമയത്താണ്. കാരണം നമ്മുടെ മേടസൂര്യൻ സൂര്യൻ എല്ലാ ദിവസവും ഉദിക്കുക ആ ഒരു സമയത്താണല്ലോ, ഒരു 5 മണിക്ക് ശേഷം. പിന്നെ ഓരോ ദിവസവും ഓരോ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഉദിച്ചു വരുന്നതിന് മുൻപായിട്ട് നമ്മൾ കണി കാണണം. അത് നിർബന്ധമാണ്. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞിട്ട് പിന്നെ കണി കാണുന്നതിൽ അർത്ഥമില്ല. അതാണ് ഇത്ര നേരം നമ്മൾ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ ഒരു 2 മണിക്ക് ശേഷം ഒരു 3 മണി, 4 മണി, 4:30, 5 മണിക്ക് മുൻപായിട്ട് നിർബന്ധമായി നമ്മൾ തീർച്ചയായിട്ടും കണി കണ്ടിരിക്കും. കാരണം അതുവരെ സൂര്യൻ ഉദിച്ചുണ്ടാവില്ല. അപ്പോൾ എന്തായാലും സൂര്യനെ കാണേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഭഗവാനെ കാണുന്നു. പിന്നെ എന്ത് കണി കണ്ടാലും നമുക്കൊരു കുഴപ്പമില്ലല്ലോ. നമ്മൾ ആദ്യം കണ്ടിരിക്കണത് ഭഗവാനെയാണ്. പിന്നെ കണി കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ ഉറങ്ങാനും പാടില്ല എന്ന് പറയാറുണ്ട് കേട്ടോ. പിന്നെ കൂടുതൽ കാര്യങ്ങൾ, കണിയുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വിശദമായിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു എന്തുകൊണ്ടാണ് ഇപ്രാവശ്യം മേടം 1-ാം തീയതി വിഷു ഇല്ലാത്തത്, മേടം 2-ാം തീയതി വിഷു വന്നിരിക്കുന്നത്, എന്തുകൊണ്ടാണ് 2-ാം തീയതി കണി കാണണം എന്ന് പറഞ്ഞിരിക്കണമെന്നൊക്കെ. അപ്പോൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ബോക്സിൽ അത് രേഖപ്പെടുത്തും കൂടെ ചെയ്യാട്ടോ. എനിക്കൊരു കോൺഫിഡൻസിന് വേണ്ടിയിട്ടാണ്, നിങ്ങൾക്കത് പറഞ്ഞ് മനസ്സിലാക്കി തരാനായിട്ട് സാധിച്ചുല്ലോ എന്ന് എനിക്കൊന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കമൻറ്റ് ചെയ്യണമെന്നും കൂടെ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇനി ഒരു വിശേഷം പറയാട്ടോ. നമ്മുടെ ഭഗവാന് നിരവധി സമ്മാനങ്ങൾ നമ്മൾ കൊടുക്കാറുണ്ടല്ലോ. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭഗവാന് ശംഖ് സമർപ്പിച്ച കാര്യം. അതേപോലെ വിശേഷപ്പെട്ട ഒരു സമ്മാനം കൂടെ ഭഗവാന് കിട്ടിയിട്ടുണ്ടോ. കുഞ്ഞു കുഞ്ഞു സമ്മാനങ്ങൾ മുതൽ വലിയ വലിയ വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ വരെ ഭക്തർ നൽകാറുണ്ട്. അപ്പോൾ ഒരു വിശേഷപ്പെട്ട സമ്മാനം ആയതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. ഒരു കൃഷ്ണമുടിയാണ് ഭഗവാന് കിട്ടിയിരിക്കുന്നത്. കൃഷ്ണമുടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണനാട്ടത്തിലെ കൃഷ്ണവേഷം കെട്ടുന്ന കലാകാരന്മാരെ കൃഷ്ണവേഷം അണിയുന്ന ഒരു കിരീടം, അതിനെയാണ് കൃഷ്ണമുടി എന്ന് പറയുക. അത് കൊടുത്തിരിക്കുന്നത് ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിലെ റിട്ടയർ അധ്യാപിക കെ ദേവയാനി ടീച്ചറാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. വെള്ളി കൊണ്ടുള്ളതാണ്. അപ്പോൾ ഭഗവാൻ നല്ല സന്തോഷത്തിലൊക്കെയാണ് അതൊക്കെ കിട്ടിയതിൻ്റെ ആ ഒരു സന്തോഷമൊക്കെ ഭഗവാനുണ്ട് കേട്ടോ. പിന്നെ അതോടൊപ്പം തന്നെ ഒരു അറിയിപ്പ് കൂടെ പറയാനായിട്ടുണ്ട്. ഗുരുവായൂർ ദേവസ്വം അഷ്ടപതി സംഗീതോത്സവം വരികയാണ്. ഈ വരുന്ന ഏപ്രിൽ 18-ാം തീയതിയാണ് കേട്ടോ. അന്നാണ് വൈശാഖ മാസം ആരംഭം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്നാണ് ഈ ഒരു അഷ്ടപതി സംഗീതോത്സവവും നടക്കുന്നത്. രാവിലെ 6 മണി മുതൽ ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിലാണ് നടക്കുക കേട്ടോ. അപ്പോൾ അതിൽ പങ്കെടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. ഈ അഷ്ടപതിയിലെ പ്രാവീണ്യമുള്ളവർക്കാണ് അപേക്ഷിക്കാനായിട്ട് സാധിക്കുക കേട്ടോ. അതിന് കുറച്ച് നിബന്ധനകളൊക്കെ ഉണ്ട്. അതും കൂടെ ഇതിനോടൊപ്പം പറയാം. അപ്പം അങ്ങനെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ചെയ്യാനായിട്ടുള്ള ഒരു അവസരം കൂടിയാണല്ലോ. അപ്പോൾ അതാരും മിസ്സാക്കാതിരിക്കുക. ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അപേക്ഷിക്കാം. നിബന്ധനകൾ പറയാം. നിബന്ധനകളിലെ ഈ അഷ്ടപതിയിലെ ജയദേവ കവിയാൽ രചിക്കപ്പെട്ട അഷ്ടപതിയുടെ ഗാനങ്ങളാണ് ആലാപനത്തിനായിട്ട് തിരഞ്ഞെടുക്കേണ്ടത് കേട്ടോ. പിന്നെ ആലാപനത്തിന് സോപാന ശൈലി, ക്ഷേത്രം സോപാന ശൈലിയിലാണ് വേണ്ടത്. പക്കമേളമായിട്ട് ഇടയ്ക്കാണ് ഉപയോഗിക്കാനായിട്ട് സാധിക്കുക. പിന്നെ 10 വയസ്സിന് മുകളിൽ പ്രായം ഉണ്ടായിരിക്കണം. പിന്നത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് 5 അഷ്ടപതിയെങ്കിലും ഹൃദ്യസ്ഥമാക്കിയിട്ടുണ്ടായിരിക്കണം. അതുകൂടാതെ ഈ ഒരു പ്രാവീണ്യം തെളിയിക്കാൻ, അഷ്ടപതിയിലുള്ള പ്രാവീണ്യം തെളിയിക്കാനായിട്ടുള്ള ഗുരുനാഥന്റെ കയ്യിൽ നിന്നുള്ള സാക്ഷ്യപത്രം ഇതും കൂടെ വേണം കേട്ടോ. എന്നിട്ട് അപേക്ഷ തപാൽ മുഖേനയാണ് അയക്കേണ്ടത്. അഡ്രസ്സ് പറയാം. അഡ്മിനിസ്ട്രേറ്റർ ഗുരുവായൂർ ദേവസ്വം, ഗുരുവായൂർ PO, തൃശ്ശൂരാണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ. 680101 ഇതാണ് കേട്ടോ അഡ്രസ്സ്. ഈ ഒരു അഡ്രസ്സിലാണ് അയച്ചു കൊടുക്കേണ്ടത്. അവസാന തീയതിയൊക്കെ ഉണ്ട്. ഏപ്രിൽ 13-ാം തീയതി വൈകിട്ട് 5 മണിക്ക് മുൻപായിട്ട് അപേക്ഷകളൊക്കെ ഇവിടെ എത്തിയിരിക്കണം. എന്നാൽ മാത്രമേ അത് പരിഗണിക്കുള്ളൂ കേട്ടോ. പിന്നെ അപേക്ഷിക്കുന്ന സമയത്ത് അതിന് കവറിന് പുറത്തായിട്ട് അഷ്ടപതി സംഗീതോത്സവം 2026 ഈ ഒരു കാര്യം കൂടെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് നിബന്ധനകൾ. അപ്പോൾ ആഗ്രഹിക്കുന്നവരെ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ അപേക്ഷയൊക്കെ എഴുതി അയച്ചോളൂ കേട്ടോ. അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ളൊരു അവസരമാണ്. ആ ഒരു അവസരം ഗുരുവായൂരപ്പൻ തന്നെ എല്ലാവർക്കും നൽകട്ടെ എന്നും കൂടെ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് നാമജപത്തിൻ്റെ എണ്ണം പറയാം. കഴിഞ്ഞ 2 ദിവസത്തെ നാമജപത്തിൻ്റെ എണ്ണമാണ് പറയണത് കേട്ടോ. വളരെ കുറവായിട്ടാണ് എനിക്ക് തോന്നിയത്.
ആരും നാമജപം എണ്ണീട്ട് കമൻറ്റ് ചെയ്യണമെന്നില്ല എന്ന് വിചാരിക്കണം. ഞാൻ എനിക്ക് ദിവസം എണ്ണിക്കൊണ്ട് വരാൻ ശ്രമിക്കാം. അങ്ങാനും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അടുത്ത ദിവസം 2 എണ്ണാറുണ്ട് കേട്ടോ. എൻ്റെ ഭാഗത്തുനിന്ന് ചെറിയൊരു പിഴവ് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നാമജപമൊക്കെ എണ്ണിയിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയുക കേട്ടോ. കൂടുതൽ നാമജപം എണ്ണേണ്ട ദിവസങ്ങളാണ് ഇനി വരാൻ പോണത്. വൈശാഖ മാസമൊക്കെയാണ്. അപ്പോൾ ആരും പുറകോട്ട് നിൽക്കണ്ട. അപ്പോൾ കഴിഞ്ഞ ആ ഒരു നാമജപം പറയാം, 82,240. അത്രയേ ഉള്ളൂ. പക്ഷെ അത്രയെങ്കിലും ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ കൂടുതൽ ഇനിയുള്ള ദിവസങ്ങളിൽ എല്ലാവർക്കും നാമജപം നടത്താനായിട്ട് സാധിക്കട്ടെ. എല്ലാവരും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താട്ടോ. ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ അതും കൂടെ രേഖപ്പെടുത്തുക കമൻ്റായിട്ട്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിന്, അങ്ങനെ സുഹൃത്തുക്കൾ, അങ്ങനെ ബന്ധുക്കൾ, അവർക്കൊക്കെ അയച്ചു കൊടുക്കും, ഷെയർ ചെയ്യും കൂടെ ചെയ്യാട്ടോ. അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് തൊഴാൻ പോയ വിശേഷങ്ങൾ, അലങ്കാരങ്ങൾ, അങ്ങനെ പുതിയ പുതിയ അറിവുകളുമൊക്കെ ആയിട്ട് അടുത്ത ദിവസം കാണാം. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.